ഹായ് ഹലോ എല്ലാവർക്കും ലില്ലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ബ്രൗൺ ലിപ്സ്റ്റിക്കിൻ്റെ സ്വാച്ചസും അത് എനിക്കിട്ടിട്ട് എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് പലതരത്തിലുള്ള ലിപ്സ്റ്റിക്കുകളുണ്ട്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഉണ്ട്, ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട്, ലിപ് ലൈനർ ഉണ്ട്, ക്രീം ലിപ്സ്റ്റിക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് എൻ്റെ ബെയർ സ്കിന്നിൽ ഇടുമ്പോഴത്തേനും എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന തരത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ലിപ്സ്റ്റിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. കാരണം ന്യൂഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ലിപ്സ്റ്റിക്കുകൾ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ പക്ക ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ന്യൂഡ്സ് എന്താ പറയുക ന്യൂഡ്സ് വർക്കൗട്ട് ആവുന്നത്. ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ബ്രൗൺ ലിപ്സ്റ്റിക്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ സൈഡിൽ ഞാൻ സ്വാച്ചസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ കയ്യിലുള്ള 6 ഷെയ്ഡാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ മിക്കപ്പോഴും മാറി 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 യൂസ് ചെയ്യാറുള്ളതാണ്. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചതല്ല, കാലങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളത്, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും കഴിയാറായിട്ടുള്ളതും ഒക്കെയാണ്. ഈ അടുത്ത് മേടിച്ചിട്ടുള്ളതും ഉണ്ട്. എൻ്റെ റീസെൻ്റ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ബ്രൗൺ ലിപ്സ്റ്റിക്കുകൾ തപ്പുന്നുണ്ട്, ഡീപ്പ് സ്കിന്നുകാർക്ക് സ്യൂട്ട് ആവുമോ എന്നുള്ള ഒരു എന്താ പറയുക ഒരു കൺഫ്യൂഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ ഇട്ടിട്ട് എങ്ങനെയായിരിക്കും, ഇപ്പം എൻ്റെ അതേ സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ അറിയാനൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കും. ആകെ ഒരു 6 ലിപ്സ്റ്റിക്കോ 5 ലിപ്സ്റ്റിക്കോ അങ്ങോട്ടേ ഉള്ളൂ. അതിൽ ഒരെണ്ണത്തിന് എന്താ പറയുക ഒരെണ്ണം ഞാൻ സ്മിറ്റ് എന്ന് വാങ്ങിയതാണ്. അതിൻ്റെ ലിങ്ക് എനിക്കറിയില്ല. ബാക്കി എല്ലാത്തിനും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും കൂടിയിട്ടാണ്, ലിപ്സ്റ്റിക് ഷെയ്ഡും കൂടിയിട്ടാണ്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഫേസസ് കാനഡയുടെ ഈ ഒരു എന്താ പറയുക സ്വീറ്റ് മോക്ക 22 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞതൊരു സാധാരണ ലിക്വിഡ് സാധാരണ ഒരു എന്താ പറയുക ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. അധികം ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒത്തിരി ടാൻ ആയിട്ടുള്ള സമയത്ത് ഇതെനിക്ക് വാഷ് ഔട്ട് ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ടാനിങ് ഒക്കെ മാറ്റി സ്കിൻ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയപ്പോൾ ഓക്കെ, എനിക്ക് ലിപ് ലൈനർ ഒന്നും ഇല്ലാതെ, എനിക്ക് മേക്കപ്പ് ഒന്നും ഇല്ലാതെ എനിക്കിട്ടപ്പോൾ നല്ല മാച്ച് ആയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഒരുവിധം എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞ് കണ്ടു. ഇതിന് സ്റ്റിക്കർ അടക്കം പോയി. ഇത്രയും നല്ലൊരു ഷെയ്ഡായിരുന്നു അത്. ഞാൻ കുറേ റിവ്യൂസ് ഒക്കെ നോക്കിയതിന് ശേഷം വാങ്ങിയതാണ്. പക്ഷേ ഇത് റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചുണ്ടുന്ന് പോകും. നല്ല ഒരു ഗ്ലോസി ഫിനിഷൊക്കെ തരുന്ന എന്താ പറയുക വാസ്ലിൻ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇടുമ്പോഴത്തേനും ഒരു ഷൈനിങ് വരൂലേ, അതേപോലത്തെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത്. ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതൊരു ക്രീം ലിപ്സ്റ്റിക് ആണ്. ബ്ലൂ ഹെവൻ്റെ ആണ്. നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. 100 അത്രയും കണ്ടുള്ളൂ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ടിംബർ ബ്രൗൺ 15 എന്നാണ് ഈ ഒരു ഷെയ്ഡ്. ഇത് എന്താ പറയുക ഇത് ശരിക്കൊരു റെഡ് അണ്ടർടോണിൽ വരുന്നതാണ്. ഇത് ബ്രൗൺ ആണെങ്കിലും ഒരു റെഡ് ആണ് കുറച്ചും കൂടെ കൂടുതൽ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത്. പക്ഷെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളതാണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഫേസസ് കാനഡയുടെ പോലെ തന്നെ പെട്ടെന്ന് ചുണ്ടുന്ന് പോവും. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ പോലും അങ്ങനെ നിൽക്കില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണം ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക്. പക്ഷെ എനിക്കിത് നല്ല ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് സ്യൂട്ടായി പോകുന്നുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്കും അതെനിക്ക് നന്നായി ടാൻ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അത്രയ്ക്ക് മാച്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ടാനൊക്കെ മാറിയതിന് ശേഷം ഇട്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെക്കാട്ടും കുറച്ചും കൂടി ഡീപ്പ് സ്കിൻ ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇത് വാഷ് ഔട്ട് ആയി വരും. എന്നെക്കാട്ടിയും എൻ്റെ ഷെയ്ഡും അതേപോലെ തന്നെ എന്നെക്കാട്ടിയൊക്കെ ഷെയ്ഡ് ഇച്ചിരി കളർ ഇത്തിരി കൂടുതലുള്ളവർക്കൊക്കെ എന്തായാലും നല്ല രസമായിട്ട് വർക്ക് ചെയ്യും ഈ ഒരു ഷെയ്ഡ്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ സ്മിറ്റ് എന്ന് വാങ്ങിയത്. ഇതിൻ്റെ പേര് ട്രൂഡിയൻസ് അങ്ങനെ എന്തോ ആണ് കേട്ടോ. എനിക്കിത് മേടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാനിത് യൂസ് ചെയ്യൽ വളരെ കുറവായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ടാനിങ് ആയിരുന്ന സമയത്ത് എനിക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കരമായിട്ട് വെള്ളടിച്ച് നിൽക്കണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു ക്രീം ലിപ്സ്റ്റിക് ആണ്. ഇതിന് ഇച്ചിരി പ്രൈസ് കൂടുതലാണ്. ഇതിൻ്റെ ഷെയ്ഡ് മഹാഗണിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മഹാഗണി ഷെയ്ഡ്, എനിക്ക് ഇതുവരെ മഹാഗണി ഷെയ്ഡ് ഞാൻ കുറേ നോക്കിയിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു ബ്ലൂ ഹെവനിലായാലും മഹാഗണി ഷെയ്ഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ കുറേ നാളെ നോക്കി വെച്ചേക്കണം. പക്ഷെ എപ്പോൾ നോക്കിയാലും അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പം ഈ ഒരു ഷെയ്ഡ് മഹാഗണിയാണ്. അപ്പോൾ നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. എന്നെക്കാട്ടും കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ടുള്ളവർക്ക് ചിലപ്പം ഇത് വാഷ് ഔട്ട് ആയിരിക്കും. ഇത് എന്താ പറയുക നമ്മളുടെ ചുണ്ടുന്ന പെട്ടെന്നൊന്നും പോവില്ല. നമുക്ക് തോന്നും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകുന്നു. പക്ഷെ വൺസ് ഒന്ന് സെറ്റ് ആയതിനു ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് പോലെ തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് എവിടെയെങ്കിലും ഇതിൻ്റെ ആമസോണിലോ അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. പർപ്പിളിലോ നൈക്കയിലോ അങ്ങനെ ലിങ്ക് ഉണ്ടോ എന്ന് നോക്കട്ടെ.
ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. കാരണം സ്മിട്ടനിൽ സാമ്പിൾ പ്രൊഡക്റ്റ് ആയിട്ട് മേടിച്ച കാരണം കൊണ്ട് സാമ്പിൾ സൈസിൽ കാണുന്നില്ല. പക്ഷെ അതിലെ ഷോപ്പിംഗ് ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും കിട്ടുമായിരിക്കും കേട്ടോ. 695 രൂപ 795 രൂപ കണ്ടാണ് കേട്ടോ ഇത്. പക്ഷെ നല്ല വേർത്താണ് കേട്ടോ. വാങ്ങണമെന്നുള്ളവർക്ക് എന്തായാലും വാങ്ങാം. ദെൻ അടുത്തത് ഇതൊരു ലിപ് ലൈനർ ആണ് കേട്ടോ. ഇത് ഇടുമ്പോൾ തന്നെ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു, ചേച്ചി ഏതാ ഷെയ്ഡ് എന്ന്. എനിക്കാണെങ്കിൽ ഇതിന്റെ ഷെയ്ഡ് ഓർമ്മയില്ല. ഇതൊരു പ്രത്യേക തരം പേരാണ്. ഇതിന്റെ പേര് എന്തിട്ടാണ്, സ്കാൻഡ്ലസ് ബ്രൗൺ എന്നാണ് ഇതിന്റെ ഒരു പേര് വരുന്നത്. ഇത് മാസിന്റെ ആണ്. 68 രൂപ 78 രൂപ അങ്ങോട്ടുള്ളൂ. അടിപൊളിയാണ്. ലിപ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വാഷ് ഔട്ട് ആവുന്ന ലിപ്സ്റ്റിക് അങ്ങനെ വാങ്ങിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ലിപ് ലൈൻ വെച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല സെറ്റ് ആയിട്ടിരിക്കും. ഇത് അതാണ് ഈ ഒരു സംഭവം. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നന്നായിട്ട് സ്യൂട്ട് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡീപ്പ് സ്കിൻ ഉള്ളവർക്ക് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും. എൻ്റെ ഒരുവിധപ്പെട്ടുള്ള ഡീപ്പ് സ്കിന്നാണ്. എന്നെക്കാട്ടും ഇച്ചിരിയും കൂടി ഡീപ്പ് സ്കിൻ ആയിട്ടുള്ളവർക്കും നന്നായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു കളറാണിത്. ഇതേപോലത്തെ കുറച്ച് ലിപ് ലൈനേഴ്സ് വാങ്ങി വെക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ഇത് ലിപ്സ്റ്റിക് ആയിട്ട് ഇട്ടാലും നമ്മളുടെ സ്കിന്നിൽ നമ്മുടെ ചുണ്ടിൽ കുറേ നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഷാർപ്പ് ചെയ്യുമ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ലോസ് ആയി പോകും. അതാണ് എനിക്ക് ആ ഒരു വിഷമം. ചെത്തുമ്പോഴത്തേനും ആ ഒരു ഭാഗം ഇങ്ങനെ പോവില്ലേ, ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു വിഷമം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് എന്തായാലും മനപ്പാടായിട്ടുണ്ടാവും ഈ ഒരു ലിപ്സ്റ്റിക്. ഞാൻ വലിയ കാര്യത്തിൽ ഫസ്റ്റ് വാങ്ങിയപ്പോഴത്തേനും എനിക്ക് ഇഷ്ടമായില്ല, പന്നിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചതാണ് ഈ ഒരു സംഭവം. എലൈറ്റിൻ്റെ നെറ്റി ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എൻ്റെ പൊന്നെ ഇപ്പൊ ലിപ്സിൽ ഇട്ടേക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. എനിക്ക് ക്യാമറയിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവണില്ല കാണുമ്പോൾ. പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അത് വൺസ് ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഒരു 3 to 4 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും അതൊന്ന് സെറ്റ് ആയി കഴിയുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. നമ്മൾ മേക്കപ്പ് ഒന്നും ഇടാതെ ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരു ചെറിയൊരു എന്താ പറയുക ബ്രൈറ്റൻ ആയ പോലെ തോന്നും. ഇതിനും ഒരു 100 സംതിങ് ഉള്ളൂ, 118 100 എത്ര കണ്ടുള്ളൂ. നല്ല അഫോർഡബിൾ ആണ്, നല്ല അടിപൊളിയായിട്ടുള്ള. എലൈറ്റിന്റെ മുന്നേ ഞാൻ ലിപ്സ്റ്റിക്കുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ബെറി ഷെയ്ഡൊക്കെ നല്ലതായിരുന്നു. അപ്പം പക്ഷെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് സ്കിൻ ഉള്ളവർക്ക് ബ്രൗൺ കളർ ലിപ്സ്റ്റിക്ക് തപ്പുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ലിപ്സ്റ്റിക്കുകളും എൻ്റെ സ്കിൻ ടോണിലുള്ളവർക്ക് പക്ക മാച്ചിങ് ആയിരിക്കും. എന്നെക്കാട്ടും കുറച്ചും കൂടെ ടാലന്റ് ആയിട്ടുള്ളവർക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2-3 ഷെയ്ഡ്സ് എന്തായാലും വാഷ് ഔട്ട് ആവും. പക്ഷെ ഒരു ലിപ് ലൈൻ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഞാൻ എന്തായിരുന്നു റൂമിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂമിൽ ഭയങ്കര ചൂടാണ്, അവിടെ ഫാനില്ല. അപ്പോൾ കുറച്ച് നാളെ എന്തായാലും ഞാൻ ചിലപ്പം ഇവിടെ ഇരുന്നിട്ട് തന്നെയായിരിക്കും ചിലപ്പം വീഡിയോ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എനിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമന്റ് ആയിട്ട് പറയാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.